സാറേ മെലഡീസിൽ SP വെങ്കടേഷ് സാറിന്റെ താലോലും പൂം പൈതലേ, അതെ അതെ അതെ, അത് ഭയങ്കര രസമുള്ള പാട്ടാ. നാടോടിയിലെ. അതെ, നാടോടിയിലെ പാട്ട്. ഹായ്. ഞങ്ങൾ ഇതിൽ എന്തെങ്കിലും കുടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഈ വീട്ടുകാരത്തി വീഡിയോയിലേക്ക് വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. പൊതുവെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ വരത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ എൻട്രി ഒക്കെ ആണെങ്കിൽ എൻട്രി മാത്രമേ ഉള്ളൂ. അല്ല, കണ്ട സ്ഥിതിക്ക് സാറിന്റെ പാട്ടുകളെ കുറിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനം ചോദിച്ചാൽ പറയുമോ? ആ, ഈ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇഷ്ടപ്പെട്ട പാട്ട് കന്നിപ്പൂമാനം. കന്നിപ്പൂമാനം ഒറ്റ പാട്ട്. അതാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഒരുപാട് ഭക്തിഗാനങ്ങളുണ്ട്. പക്ഷെ ഇസ്രായേൽ നാഥനാണ് ഏറ്റവും നമ്മള് മാർക്കോസ് എന്ന് അടയാളപ്പെടുത്തുന്ന പാട്ടുകളാണ് ഇസ്രായേൽ. തീർച്ചയായും തീർച്ചയായും. അപ്പം ഭക്തിഗാനങ്ങളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം? ഭക്തിഗാനങ്ങളില് എനിക്ക് സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്, ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. ഈ സ്പീഡ് പാട്ടുകളുണ്ടല്ലോ, ഒത്തിരി പാട്ടുകൾ നമ്മൾ ഭയങ്കര ആഘോഷിക്കുന്ന പാട്ടുകളാണ്. പുത്തൻ പുതുക്കാലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ്. ആ ഗണത്തിലെ ഏത് പാട്ടാണ്? ശരിക്കും പറയാനുള്ളത് വലിയ താല്പര്യമില്ല. അപ്പൊ ഈ പ്രേമിക്കുടു ഒക്കെ പാടിയപ്പോ ഇഷ്ടപ്പെട്ടു. കണ്ടിഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. വയറ്റിപ്പാടല്ലേ, പാടാതിരിക്കാൻ പറ്റും. പാടാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ ചായപ്പാണി നന്നായിരുന്നു, ഒരുപാട് നന്നായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടം ഇതാണ്. നല്ലതൊക്കെയാ, പക്ഷെ ഇനി വേണ്ട. അല്ല, ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിള്ളേരൊക്കെ അതെ അതെ അതെ, അങ്ങനെ പാട്ട് പാടുന്നതും അവര് ആസ്വദിക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നൊരു ഭയങ്കരമായിട്ട് നമ്മളെ നിലനിർത്തി തരുന്നത് ആസ്വാദകരാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിയുന്നതും അവർക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. അല്ല സാറേ, ഈ ചെറിയ പിള്ളേരൊക്കെ വന്നിട്ടേ, ഇല്ലെങ്കിൽ ചെറിയ പിള്ളേരൊക്കെ പാടുന്നതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം വരില്ല. അതെ അതെ അതെ, കാരണം നമ്മളൊരു കാലത്ത് ഇങ്ങനെ നിന്നുവെങ്കിലും ആ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഓർക്കും. പക്ഷെ ഈ പിള്ളേർക്ക് ഇത് അറിഞ്ഞൂടല്ലോ. ആദ്യഘട്ടത്തിൽ അവര് കണ്ടും കേട്ടും വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പഴയ കാലഘട്ടം അല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പുതിയ കാലഘട്ടത്തിന്റെ പാട്ടുകളാണ് അവർക്ക് താല്പര്യം. അപ്പൊ അവര് ഇഷ്ടപ്പെടുന്നത് നമ്മൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നെങ്കിലേ ആ ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകളായിട്ട് അവരുടെ മനസ്സിൽ നമ്മൾ നിൽക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാത്തരം പാട്ടുകളും പാടാൻ ഈ പറഞ്ഞ പോലെ ഒരു നല്ല കലാകാരനാണെങ്കിൽ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാത്തരം പാട്ടുകളും. ഈ സ്പീഡ് പാട്ടുകളിലൊന്നാണ് മഞ്ഞുരുക്കി പിന്നെ കാണും. അതെ 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 അതെ, അതും ഈ പറഞ്ഞ പോലെ അതിന്റെ തുടക്കത്തിൽ കയറി അങ്ങ് പോകും. ഇത് എനിക്ക് തോന്നുന്നു ബേണി ഇഗ്നേഷ്യസ് ആണ് ഇതിന്റെ മ്യൂസിക്. ഇത് ഞാൻ മദ്രാസിൽ ചെന്ന് ഇത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ആ ബ്രേക്കിന്റെ സമയത്താണ്, അതായത് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള 1 മണിക്കൂറിനകത്ത് ആണ് ഈ പാട്ട് പഠിച്ച് പാടുന്നത്. അപ്പം ഭയങ്കര ഫാസ്റ്റായിരുന്നു, കാരണം ഒട്ടും സമയമില്ല. വേറെ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു സമയം പറയാനായിട്ട് ഇല്ല. പിന്നെ ആ ഉള്ള സമയത്ത് നമ്മൾ ഇടിച്ച് കയറി പാടുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. മഞ്ഞുരുക്കി പിന്നെ കാണാ പൊന്നുരുക്കി തങ്കത്തേര് കുന്നോരം വന്നല്ല പൂമ്പുലരി, കുഞ്ഞുപൂവിൻ കന്നിച്ചുണ്ടിൽ മുത്തമിട്ടു ചെല്ലക്കാതിൽ കിന്നാരം കൊഞ്ചുന്നു പൂങ്കുരുവി, ആരാരിന്നുള്ളിനുള്ളിലൊരു പൂത്താലം നീട്ടുന്നു, അഴകിന്റെ ഊഞ്ഞാൽ കൊമ്പിൽ അലസം പാടി വസന്തത്തിൻ മായാവർണം വിതറുന്നു. മഞ്ഞുരുക്കി പിന്നെ കാണാ പൊന്നുരുക്കി തങ്കത്തേരിൽ കുന്നോരം വന്നല്ല പൂങ്കുരുവി, കുഞ്ഞുപൂവിൻ മുന്നിത്തുണ്ടിൽ മുത്തമിട്ടു ചെല്ലക്കാതിൽ കിന്നാരം കൊഞ്ചുന്നു പൂങ്കുരുവി. അപ്പൊ ഈ പാട്ടൊന്നും ഇഷ്ടമില്ല? അല്ല, എനിക്ക് ഇഷ്ടമാണ്, ഇദ്ദേഹത്തിന്റെ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തൊഴിലല്ലേ, അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ടൈപ്പ്. പിന്നെ എല്ലാം ആസ്വദിക്കും, അത് വേറെ കാര്യം. ഞാൻ മാപ്പിളപ്പാട്ടും ക്രിസ്തീയ ഗാനങ്ങളും ഹിന്ദു ഡിവോഷണലും എല്ലാം ഈ ഗാനമേള സിനിമാ പാട്ടുകളുടെ ഒപ്പം
പാടി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. 82 മുതൽ തന്നെ ആണ് ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും എല്ലാം പാടാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും 10,000 ക്രിസ്തീയ ഗാനങ്ങൾ പാടി, ഒരു 10,000-4,000 മാപ്പിളപ്പാട്ട് പാടി. അപ്പം ഈ മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താണ്. കാരണം നമുക്ക് ഇത് എങ്ങനെയും കേട്ട് പാടുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അത് അർത്ഥം അറിഞ്ഞ് പാടിയാൽ നമുക്ക് കുറച്ചും കൂടെ ഇൻവോൾവ് ആകാൻ പറ്റും, അല്ലെങ്കിൽ ആ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ചോദിക്കാം. അപ്പം അങ്ങനെ പാടി വന്നതുകൊണ്ടായിരിക്കാം മാപ്പിള മക്കൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് എൻ്റെ ഉച്ചാരണവും ആലാപന ശൈലിയൊക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം എന്നെ കൊണ്ട് ഒരുപാട് പാട്ടുകൾ അവർ പാടിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഞാൻ കുറേ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ അറബി പാട്ടുകളൊക്കെ പാടുമ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. നമ്മുടെ വെറുതെ നമ്മളിപ്പം 1000 കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ, അങ്ങനെ പാടുന്ന പോലെ അല്ല. അറബി സോങ് പാടുമ്പം കൂടുതൽ അവരുടെ ഈ മൈനർ നോട്ട്സ് ആണ്. അതേപോലെ ഇപ്പം തന്നെ ഈ 1000 കാതത്തിനകത്ത് തന്നെ വരുന്ന വെറും സാധാരണ വാക്ക് ഒരു വിധം ആൾക്കാരെല്ലാം പാടി ഞാൻ കേട്ടിരിക്കുന്നത് സഭാ മാർവാമലയുടെ ചോട്ടിൽ എന്നാണ് പാടുന്നത്. പക്ഷെ സഫയും മർവയുമാണ്. ആ മലകൾ രണ്ടും, ഒന്ന് സഫ മറ്റേത് മർവ. പക്ഷെ നമ്മൾ പാടുമ്പോൾ പലരും പാടുന്നത്, അത് അറിവുള്ളവർ പോലും പാടുന്നത് സഭാ മാർവ എന്നൊക്കെ പറഞ്ഞ് പാടും. അപ്പൊ അത് തെറ്റാണ്. അതെന്താണെന്ന് അറിയാതെ അവർ പാടുകയാണ്. സഫാ മർവ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം, അങ്ങനെ വരേണ്ടത്. അതേപോലെ അറബ് ഇതിനകത്തുള്ള ഒരു വാക്കാണ് സംസം. മലയാളത്തിൽ സം സം എന്ന് എഴുതാൻ പറ്റുള്ളൂ, സ. പക്ഷെ സ എന്നുള്ള ശബ്ദമാണ് വരേണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സം സംസം സംസം തെളിനീരെന്നാ പറയുക. പക്ഷെ സംസം അല്ല, സായാണ്. സംസം തെളിനീർ എന്നാണ് സാധാരണ ഉച്ചരിക്കേണ്ടത്. പക്ഷെ പലരും അത് സംസമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ അതുപോലെ അള്ള എന്ന് പറയാനായിട്ട് പലർക്കും അറിയില്ല, അള്ള എന്ന് പറയും. ഭയങ്കര തെറ്റാ. കാരണം നമുക്ക് എന്നുള്ള ശബ്ദം വരില്ല. അപ്പം അത് പറഞ്ഞ് പഠിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ പാടിയത്. അങ്ങനെയുള്ള ഒരു പാട്ടാണ്, ഒരു അറബിക് ടച്ചുള്ളൊരു പാട്ടാണ്. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ യാ റസൂലേ ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല വസീല ദീൻ വസീല. ആ വേരിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ അങ്ങനത്തെ സോങ്സ് കേട്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്തു വെച്ച് പാടും.